അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രിയ സിസ്റ്റർ ഷിബിയാണ്. തൻ്റെ ജീവിതാനുഭവം ദൈവനാമ മഹത്വത്തിനു വേണ്ടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. പ്രിയ സഹോദരിയുടെ മൂത്ത മകൻ നെയ്ഥാൻ കോവിഡ് കാലത്ത് പ്രിയ പൈതലിന് ബ്രെയിനിൽ ഉണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് സ്ട്രോക്ക് വരികയും അതിഗുരുതരമായ അവസ്ഥയിൽ വെന്റിലേറ്ററിൽ അഡ്മിറ്റ് ആവുകയും അവിടെ നിന്ന് ദൈവം കൊടുത്ത അത്ഭുതകരമായ വിടുതലിനെ കുറിച്ചുള്ളതായ അത്ഭുത സാക്ഷ്യം അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഈ സാക്ഷ്യം നമുക്ക് ഏവർക്കും ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ കാണുകയും കേൾക്കുകയും ചെയ്യാം. വാത്സല്യ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പൈതല് നമ്മോട് സംസാരിക്കുന്നു. ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള അവസരമുണ്ട്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറെ ഞങ്ങളെ അറിയിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും വിശേഷിയാൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ ഷിബി ആദർശിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അരോമ ചാനലിൽ സാക്ഷ്യം പറയാൻ വലിയവനായ ദൈവം, സർവശക്തനായ ദൈവം അടിയന്റെ ജീവിതത്തിൽ അവിടുന്ന് ഒരുക്കി തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. പലപ്പോഴും ചാനൽ കാണുമ്പോൾ പല അനുഭവ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാനും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഒരിക്കൽ കൂടി ചാനലിൽ കടന്നു വന്ന് ദൈവം അടിയങ്ങളുടെ ജീവിതത്തിൽ നൽകിയ വലിയൊരു വിടുതലിന്റെ സാക്ഷ്യം പറയുവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. തക്ക സമയത്ത് ദൈവം അതിനു വേണ്ടി മുഖാന്തരങ്ങളെ ഒരുക്കി കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ചാനലിനെ ദൈവത്തിന് നന്ദി പറയുന്നു. അതിനെ നേതൃത്വം വഹിക്കുന്ന പാസ്റ്ററിന്, അതിന് കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് ഷിബി ജോർജ്. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കാനഡ എന്ന് പറഞ്ഞ രാജ്യത്തു നിന്നാണ്. ഞങ്ങൾ കാനഡയിൽ ഒണ്ടാരിയോ ബ്രാംപ്ടൺ എന്ന് പറഞ്ഞ സിറ്റിയിലാണ് താമസിക്കുന്നത്. 2018 ഞങ്ങൾ നാട്ടിൽ നിന്ന് കാനഡയുടെ പ്രദേശത്തേക്ക് കടന്നു വന്നത്. എൻ്റെ സ്വദേശം കൊല്ലം ചാത്തന്നൂര് കട്ടച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അടിയന് ഇപ്പോൾ പിതാവുണ്ട്. മാതാവ് 2015 ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അടിയനൊരു സഹോദരനുണ്ട്. അവർ കുടുംബമായി അയർലൻഡ് പ്രദേശത്തായിരിക്കുന്നു. അടിയനെ വിവാഹം കഴിച്ചത് കോതമംഗലം എന്ന് പറഞ്ഞ പ്രദേശത്ത്, എറണാകുളം ജില്ലയിൽ കോതമംഗലം. ആദർശ് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ പേര്. അവിടെ പ്രിയ മാതാപിതാക്കള് അവിടെ ഉണ്ട്. ഒരു സഹോദരിയും കുടുംബമായിട്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. അതുപോലെ തന്നെ പ്രിയ മാതാവ് ഇപ്പോൾ കാനഡ പ്രദേശത്ത് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നു. 2018 ദൈവം ഞങ്ങളെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ദൈവം ഇവിടെ ജീവിക്കാൻ ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഉയരത്തിൽ ദാനം ചെയ്തു. ദൈവം ഞങ്ങളെ പുലർത്തി. 3 വർഷത്തിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിച്ചു. ആ സമയത്ത് ദൈവം 2015 ദൈവം ഞങ്ങൾക്ക് ദാനമായ ഒരു പൈതലിനെ നൽകി. പൈതലിന്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ ഈ പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്നത്. 2015 ദൈവം അടിയങ്ങൾക്ക് ഒരു ആൺപൈതലിനെ ദാനമായി തന്നു. അവൻ്റെ പേര് നെയ്ത് എന്നാണ്. 18 2.25 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ അവനുമായി കാനഡയുടെ ദേശത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം 3 വർഷത്തിന് ശേഷം ഞങ്ങൾ കേരളത്തിന്റെ പ്രദേശത്തേക്ക് ഞങ്ങളുടെ മാതാപിതാക്കളെ കാണേണ്ടതിനൊക്കെ കടന്നു പോകാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. ആ സമയത്ത് കൊറോണയുടെ ഒക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു. ഫ്ലൈറ്റ് പലപ്പോഴും ക്യാൻസൽ ആക്കേണ്ടി വന്നു. എങ്കിലും ദൈവം തക്ക സമയത്ത് ഞങ്ങൾ 2021 ഓഗസ്റ്റില് നാട്ടിലെത്തി. ആ സമയത്ത് ഒരുപക്ഷെ അറിയായിരിക്കും, കൊറോണയുടെ പ്രയാസങ്ങൾ മുഖാന്തരം ക്വാറന്റൈനും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. ഞങ്ങളങ്ങനെ
വേറൊരു വീട്ടില് റെന്റ് എടുത്ത് അവിടെ കുറച്ച് നാള് ഒരു 7 ദിവസത്തോളം സ്റ്റേ ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ മാതാപിതാക്കള് കോതമംഗലത്തായിരിക്കുന്നല്ലോ. അവരെ വിസിറ്റ് ചെയ്തു. അവിടെ ആയിരുന്നു. അതിനുശേഷം 2015 സെപ്റ്റംബർ 10-ാം തീയതി അടിയന്റെ പൈതല് വളരെ ആരോഗ്യമുള്ളൊരു കുഞ്ഞായിരുന്നു. അവന് യാതൊരുവിധമായ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവന് കിടക്കയിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അവൻ എന്നെ വിളിച്ചു, "അമ്മേ, എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു, വാഷ്റൂമിൽ പോകണമെന്ന്" പറഞ്ഞു. ആ സമയത്ത് അടിയൻ പൈതലിൻ്റെ കിടക്കയുടെ അരികിൽ ചെന്നപ്പോൾ അവനൊരു സൈഡ് ഉം, ഉം, ഇങ്ങനെ ഡ്രൂപ്പ് ചെയ്യുന്നതായിട്ട്, ഉം, ഓടുന്നതായിട്ട് അടിയൻ ആ, കണ്ടു. അതിനുശേഷം ആം, ഞാൻ നേഴ്സാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രയാസങ്ങൾ അവന് ബുദ്ധിമുട്ട് ഉണ്ടെന്ന്. അതിനുശേഷം ഞാൻ പൈതലിനെ തറയിലൊക്കെ നിർത്തി നോക്കിയിട്ട് അവന് നിൽക്കുവാനൊന്നും കഴിയുന്നില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ പൈതലിനെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഉം, കടന്നുപോയി. ആ സമയത്ത് വാഹനങ്ങളോ ഒന്നുമില്ല. കൊറോണയുടെ വളരെ പ്രയാസങ്ങളാണ്. എല്ലാവരും ഓരോരോ പ്രയാസങ്ങൾ, സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്യേണ്ട സമയത്ത് ഞങ്ങളുടെ അയൽവാസികളായ പ്രിയപ്പെട്ടവർ വാഹനം ഓടിച്ച് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത് കോതമംഗലത്തുള്ള മാർ ബസേലിയസ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എമർജൻസിയിൽ ചെന്നു. ഓൺ ദ വേയിൽ അവന് ഒത്തിരി ഛർദ്ദിച്ചു. അൺകോൺഷ്യസ് ആയി. റെസ്പോൺസ് ഒന്നും ഇല്ലായിരുന്നു. അതിനുശേഷം എമർജൻസിയിൽ ചെന്നു. ഡോക്ടേഴ്സ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു, CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. CT സ്കാൻ എടുത്തു. CT എടുത്തപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അവന് വലിയൊരു ബ്രെയിൻ ബ്ലീഡാണ് സംഭവിച്ചത്. ഡോക്ടേഴ്സ് യാതൊരു പ്രതീക്ഷകളും ആ സമയത്ത് ഞങ്ങളടുത്ത് പറഞ്ഞില്ല. അവര് വേഗം തന്നെ അവനെ വെന്റിലേറ്ററിലേക്ക് കയറ്റുകയായിരുന്നു ചെയ്തത്. കാരണം ഇനി ഫർദർ ആയിട്ടൊരു ബ്ലീഡ് ഉണ്ടാകാതെ കുഞ്ഞിന്റെ ബോഡി മുഴുവനും നമുക്ക് ഫ്രീസ് ചെയ്യണം. അതുകൊണ്ട് അവര് വെന്റിലേറ്ററിൽ അവനെ വെന്റിലേറ്ററിലാക്കി. അപ്പോൾ അതൊരു ലോക്കൽ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ അവര് പെട്ടെന്ന് തന്നെ രാജഗിരിയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളോട് പറഞ്ഞു. അവർ തന്നെ ആംബുലൻസ് നമുക്ക് വേണ്ടി വിട്ടു തന്നു. അങ്ങനെ ഞങ്ങൾ രാജഗിരി ചെല്ലുമ്പോഴാണ് ഈ റിപ്പോർട്ട് കൊടുത്ത ഡോക്ടർ അവന്റെ ഏജ് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചു ഈ സ്ട്രോക്ക് വന്ന കുഞ്ഞൊരു അഡൽറ്റും അല്ല, കുഞ്ഞല്ല, അഡൽറ്റിനാണ്, 5 വയസ്സുള്ള കുഞ്ഞല്ല, അഡൽട്ടാണെന്ന് ഓർത്ത് അവര് സ്വീകരിക്കാൻ ഓർത്തത്. പിന്നെ 5 വയസ്സുള്ള കുഞ്ഞിനോട് വെന്റിലേറ്റർ ഇല്ലെന്ന് പറയുകയും അവർ പെട്ടെന്ന് തന്നെ ഞങ്ങളെ വീണ്ടും ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കടന്നുപോയി. അവിടെ വലിയൊരു ഡോക്ടേഴ്സിൻ്റെ ഒരു ബാക്ക് സപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു. തക്ക സമയത്ത് ദൈവം അവിടെ അടിയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഡോക്ടേഴ്സുകളെല്ലാം അവനെ അസസ് ചെയ്തപ്പോൾ ഡോക്ടർ ആദ്യത്തെ ദിവസം ഒരു ഫ്രൈഡേ ആണ് സംഭവിക്കുന്നത്, സെപ്റ്റംബർ 10-ാം തീയതി 2021 എന്നോട് പറഞ്ഞത് നമുക്കൊരു 40% ചാൻസ് മാത്രമേ ജീവിതത്തിലേക്കുള്ളൂ. നേഴ്സുമാർ, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അവൻ്റെ GCS സ്കോർ 7 ആയിരുന്നു. അതായത് കോമ സ്റ്റേജിലേക്ക് പോകുന്നൊരവസ്ഥയായിരുന്നു. അപ്പം ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഞങ്ങൾ ശ്രമിക്കാനുള്ളതൊക്കെ ഞങ്ങൾ ശ്രമിക്കും. അങ്ങനെ ദൈവസന്നിധിയിൽ ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചു. ആ സമയത്ത് എങ്ങനെ ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒരു വെക്കേഷന് വന്നതാണ്. പാരൻസിനെ കാണേണ്ടതിന്, ഞങ്ങളുടെ സഹോദരങ്ങളെയൊക്കെ കാണേണ്ടതിന് കടന്നു വന്ന് ഞങ്ങൾ വല്ലാത്തൊരവസ്ഥയിൽ, പലപ്പോഴും സ്വപ്നം കാണുന്ന അവസ്ഥയിലായിരുന്നു. യാഥാർത്ഥ്യമാണോ ജീവിതമാണോ എന്നൊന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ ഞങ്ങളായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ വലിയ കരം ആ സമയത്ത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. ഞങ്ങളുടെ ചർച്ച് മുഴുവനും, ഞങ്ങളിവിടെ ഇന്ത്യ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ചർച്ചിലാണ് ആരാധനയ്ക്കായി കൂടി വരുന്നത്.
കേട്ട സമയം മുതൽ ഇവിടുള്ള ദൈവമക്കളും ദേവദാസന്മാരും ഒക്കെ ചെയിൻ പ്രെയർ ആയിട്ട് പ്രാർത്ഥിച്ചു. ലോകത്തിന്റെ ഓരോ വൻകരകളിലും ഇരുന്ന അനേകം ദൈവമക്കളും ദൈവത്തിന്റെ അഭിഷിക്തന്മാരും അറിഞ്ഞും അറിയാത്തവരൊക്കെ അടിയങ്ങളുടെ പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അവനെ വെന്റിലേറ്ററിലേക്ക് അവര് കയറ്റിയ പീഡിയാട്രിക് ഐസിയിലായിരുന്നു അവൻ. ഉം, ആ, അപ്പോൾ 10 മണിക്ക് ഒരു CT എടുത്തപ്പോഴാണ് ഒരു ബ്രെയിൻ ബ്ലീഡാന്ന് കൺഫേം ചെയ്തത്. പിന്നെ അതിന് ശേഷം അവർ പറഞ്ഞു ഫർദർ ബ്ലീഡ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 50% ഒരു ചാൻസ് ഉണ്ട്. ഇനി ഫർദർ ബ്ലീഡ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എമർജൻസി ഓപ്പറേഷന് അവനെ പ്രവേശിപ്പിക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. ആ സമയത്ത് പാസ്റ്റർ ഞാൻ മാത്രം ഇൻസൈഡ്, ബാക്കി എല്ലാവരും പുറത്ത്. കാരണം ഒന്ന് ഞങ്ങൾ ഇത്രയും ലോങ് ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് കോവിഡിന്റെ ബുദ്ധിമുട്ടുകളിൽ ആരും ഒരു സപ്പോർട്ട് ഇല്ലാത്ത സമയത്ത് ദൈവം മാത്രം ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 4 മണിക്ക് CT എടുക്കാനായിട്ട് എന്നെയും കൂടെ വിളിച്ചു. അറ്റൻഡേഴ്സും കൂടെ വരണം, പൈതലിന്റെ കൂടെ വരണം. ഞാൻ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതുകൊണ്ട് നമ്മൾ നമ്മുടെ പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ അത്ര ഇതായിട്ട് ചിന്തിക്കത്തില്ലെങ്കിലും സ്വന്തം കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ വളരെയേറെ വേദനയോട് ഞാൻ അവൻ്റെ കൂടെ കടന്നുപോയി. CT സ്കാനിൻ്റെ പുറത്ത് ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വളരെയേറെ വേദനയോടെ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വേദന എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു? എൻ്റെ കുറവുകളാണെങ്കിൽ ദൈവം അത് ക്ഷമിക്കണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ഇമ്പശബ്ദം ദൈവം എന്നെ കേൾപ്പിക്കുവാൻ ഇടയായി. ഞാൻ ആ വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം എന്നോട് സംസാരിച്ചത്, ഞാൻ നിന്നെ ഏൽപ്പിച്ച നിന്റെ പൈതലിനെയാണോ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, അതോ നിനക്ക് വേണ്ടി ജീവൻ തന്ന എന്നെയാണോ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന്. അതിനുശേഷം ദൈവാത്മാവ് എന്നെ ശക്തമായിട്ട് എന്നോട് ദൈവവചനം വായിക്കുവാൻ റോമർ 8-ന്റെ 38, 39 വാക്യം, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പിക്കാൻ കഴിയുകയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം അതെന്നെ ശക്തമായിട്ട് ഉറപ്പിച്ചു. ഏത് മാനസികമായ ഉറപ്പിനേക്കാളിലും ദൈവത്തിന്റെ ആ ശബ്ദം ഞാൻ കേൾക്കുവാൻ ദൈവം ഇടയാക്കി. ഞാൻ ഈ ഭൂമിയിൽ ദൈവം എനിക്ക് തന്ന പൈതലിനേക്കാൾ ഉപരി സ്വന്തം കുമാരനെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ആ ദൈവത്തെ അല്ലാതെ ഞാൻ വേറെ ഒരു ദൈവത്തെ ഇനി എനിക്ക് എൻ്റെ കുഞ്ഞിന് ജീവൻ കൊടുത്താലും ഇല്ലെങ്കിലും ഒരു ശക്തിക്കും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ഉറച്ചു വിശ്വസിച്ചു. അതിനുശേഷം സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് വിളിപ്പിച്ച് എന്നെ ICUയിൽ. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഫർദർ ബ്ലീഡ് ഒന്നുമില്ല, പക്ഷെ ആ ബ്ലീഡ് സ്റ്റോപ്പായി. ക്ലോട്ട് അങ്ങനെ തന്നെയുണ്ട്, അത് വലിയൊരു ബ്ലീഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, നമുക്ക് നോക്കാം എന്ന് പറയാനിടയായി. പിന്നെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ദൈവം ഞങ്ങളെ ഒത്തിരി ബലപ്പെടുത്തി. ഞങ്ങൾ 3 പേരും, ഞാന് എൻ്റെ പ്രിയപ്പെട്ടവനും ഞങ്ങളുടെ കുടുംബ സഹോദരങ്ങളെല്ലാം പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ വീടൊരു ശരിക്കും പറഞ്ഞ ഒരു മരണ വീട് പോലെ, ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്തോ സംഭവിക്കുന്നതെന്ന്. ഒരു വെളുപ്പിന് എഴുന്നേറ്റു കുഞ്ഞുമായിട്ട് ആശുപത്രി കടന്നു പോകുന്നതാണ് എല്ലാവരും കാണുന്നത്. പിന്നെ കേൾക്കുന്നതെല്ലാം വെന്റിലേറ്ററിലായെന്നാണ്. എങ്കിലും സർവശക്തനായ ദൈവം ആ സമയത്തെല്ലാം ഞങ്ങളെ വഴി നടത്തി. വചനം ഞങ്ങൾക്ക് ആശ്വാസമായി കൂടെ ഇരുന്നു. അതിനുശേഷം ശനിയാഴ്ച, വെള്ളിയാഴ്ച ഇത് സംഭവിക്കുന്നു. ശനിയാഴ്ച ദൈവത്തിൻ്റെ ഒരു ഡോക്ടർ ഞങ്ങളുടെ എന്നെ വന്ന് വിളിക്കുകയും, ഡോക്ടർ പേര് ഡോക്ടർ ഷിജോയ് ജോഷുവ എന്നാണ്. ഇവന് ഡോക്ടറാണ്, നെയ്തൻ്റെ മെയിൻ ഡോക്ടറായിട്ട് നിന്നത് ആ സമയത്തൊക്കെ. ന്യൂറോ സർജനാണ് അദ്ദേഹം. ഇപ്പോഴും ആസ്റ്റർ മെഡിസിറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്നോട് പറഞ്ഞു, ഷിബിയും ഹസ്ബൻഡും കൂടെ എൻ്റെ ക്യാബിനിലോട്ട് വരാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞു.
ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. ദൈവമേ, എന്താണ് ഇനി അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് അറിയത്തില്ല. എങ്കിലും ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് ഡോക്ടർ ഷിജോയ് സാറ് ഞങ്ങളോട് പറഞ്ഞത് 84 സങ്കീർത്തനം ഡോക്ടർ തന്നെ വായിച്ചു. ഞങ്ങൾ ആകെ അതിശയപ്പെട്ടു പോയി. ഒരു ഡോക്ടർ 84 സങ്കീർത്തനം വായിക്കാൻ എന്താണ് കാരണമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രിയിൽ ഇരുന്ന് ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഞാനൊരു ദൈവവേദനാണ്. ഞാനും ദൈവവചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ട വചനമാണ് 84 സങ്കീർത്തനം. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടന്നാലും അവർ അതിനെ ജലാശയമാക്കി തീർക്കും. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരും. അപ്പോൾ ഡോക്ടറെ സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. ദൈവമേ, ഇനി എന്താണ് ഒരു കണ്ണുനീർ താഴ്വര എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ദൈവദാസനോട് പറഞ്ഞു, നിനക്കുള്ളതല്ല ഈ വചനം. നിന്നെ പറയുവാനുള്ളവരെ ഞാൻ നാളെ കാണിച്ചു തരുമെന്ന്. വെള്ളിയാഴ്ചയുടെ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ആ ഡോക്ടറോട് ശക്തമായിട്ട് ഇടപെട്ടു. ശനിയാഴ്ച ഞങ്ങളെ കാണുന്നതും, ശനിയാഴ്ച ദൈവദാസൻ പറഞ്ഞു, ഒന്നും വേദനിക്കണ്ട. ഇപ്പോൾ കണ്ണുനീരാണെങ്കിലും ദൈവം അതിനെ അനുഗ്രഹപൂർണമാക്കി തീർക്കുന്ന ദിനങ്ങളാണ്. ദൈവസന്നിധിയിൽ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഓരോ ദിവസം ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 5 ദിവസം എങ്കിലും വെന്റിലേറ്ററിൽ കുഞ്ഞിനെ ഇടണം. അതിനുശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ ബ്ലീഡ് റൈറ്റ് സൈഡിലാണ് ഇവന് ബ്ലീഡ് ഉണ്ടായത്. അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് പരിപൂർണമായിട്ട് വീക്ക്നെസ് ആയി. അതുകൊണ്ട് അവർക്ക് അസസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. വെന്റിലേറ്ററിൽ നിന്ന് എടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ കുറേ കോംപ്ലിക്കേഷനാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ ഞങ്ങളെ തകർക്കുന്നതാണെങ്കിലും ആ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്ന്, ദൈവം അറിയാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരികയില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. എങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, ദൈവം അവന് ജീവനോടെ നൽകുകയാണെങ്കിൽ അവന്റെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഒരു കൃപ ദൈവം കൊടുക്കണം, ദൈവം ഇതുപോലെ. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത്, വെന്റിലേറ്ററിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും എങ്ങനായാലും ഒരു 75-80% മെമ്മറിക്ക് അവൻ വിഷയം വരും. കാരണം അവന്റെ ബ്ലീഡ് അത്രത്തോളം ഹെവിയാണ്. നമുക്ക് അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, കണ്ണിന്റെ കാഴ്ചയ്ക്ക് എന്തായാലും പ്രശ്നങ്ങൾ വരും. ഈ 2 മെയിൻ കോംപ്ലിക്കേഷനാണ് ഡോക്ടേഴ്സ് ഞങ്ങളോട് വിധി എഴുതിയത്. അതിനുശേഷം 5 ദിവസമെങ്കിലും വെന്റിലേറ്ററിൽ എടുത്തിട്ട് സെഡേഷൻ കുറച്ച് നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാം എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. 3-ാമത്തെ ദിവസം വെള്ളിയാഴ്ച വെന്റിലേറ്ററിലായി. ഞായറാഴ്ചയായപ്പോൾ അവൻ തന്നെ അത് വലിച്ചൂരാനുള്ള ശ്രമങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, ഓക്കെ, നമുക്കത് ഊറ്റാം, എങ്ങനെയുണ്ട്, ആളെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഞായറാഴ്ച ഒരു 10 മണിയൊക്കെ ആയപ്പോൾ അവർ വെന്റിലേറ്ററിൽ നിന്ന് അവനെ എടുത്തു. എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, അമ്മേനെ തിരിച്ചറിയുന്നൊന്നൊക്കെ നോക്കാൻ പറഞ്ഞു. ഞാന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വളരെ വേദനയുണ്ടായി. കാരണം ഇവനെങ്ങനെ എന്നെ കാണുമ്പോൾ മനസ്സിലാകുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരമ്മയെന്ന രീതിയിൽ എൻ്റെ ഹൃദയത്തിൽ അനേക ചോദ്യങ്ങളുമായി ഞാൻ ഐസിയുടെ അകത്തേക്ക് കടന്നു. എങ്കിലും ദൈവം എന്നെ ബലപ്പെടുത്തി, ഒരു തൂണ് പോലെ, ഒരു ശക്തി പോലെ എന്നെ പിടിച്ചു നിർത്തി. ഞാൻ അവനെ പേര് വിളിച്ചു. അവന് കണ്ണു തുറന്നു. അപ്പൊ ഡോക്ടേഴ്സ് എല്ലാം അവന്റെ ചുറ്റും നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, മോനെ, ഡോക്ടർ തന്നെ ചോദിച്ചു, ഇതാരാന്ന് പറയാമോന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞു. പേര് ഷിബി എന്നാണെന്ന് പറഞ്ഞു. ഡോക്ടേഴ്സ് പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ അമ്മ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക, അവൻ ഓർക്കുന്നതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പാസ്റ്റർ, ഞാൻ ഒന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, മക്കളെ, നീ പഠിച്ച ഒരു വചനം, ഈ വചനം പറയാൻ പറഞ്ഞു. അപ്പോൾ അവൻ 40-ാം സങ്കീർത്തനം 1-ാം വാക്യം, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. അതെന്റെ ജീവിതത്തിൽ വളരെ ഡോക്ടേഴ്സ് തന്നെ അത്ഭുതപ്പെടുമാണ്. ഡോക്ടർ പറഞ്ഞു, അവന് ഒരു കുഴപ്പമില്ല ചേച്ചി, അവന്റെ മെമ്മറിക്കൊന്നും ഒരു വിഷയമില്ല, നമുക്ക് നോക്കാം, നമുക്ക് ഫിസിയോതെറാപ്പി, ഓരോരോ തെറാപ്പികളൊക്കെ ചെയ്ത് നമുക്ക് നോക്കാം. ആ സമയത്ത് അവനിങ്ങനെ ഇടത്തെ സൈഡ് കോടി തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വെന്റിലേറ്ററിൽ നിന്നൊക്കെ എടുത്ത് ദൈവം ക്രമേണ അവര് റൂമിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്തു.
ആഹ് ആ ഷിഫ്റ്റ് ചെയ്ത് വെന്റിലേറ്ററിന്ന് അടുത്തുള്ള ആശ്വാസത്തിലിരുന്നെങ്കിലും പ്രിയ ദേവദാസനെ ആ സമയം തൊട്ടുന്ന് കുറേ ദിവസങ്ങള് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ശോധനയുടെ, വേദനയുടെ, നെടുവീർപ്പിന്റെ ഒക്കെ അവസ്ഥകളായിരുന്നു. ആ യാത്ര ഒരു നിസ്സാരമായ യാത്രയല്ലായിരുന്നു. ഓരോ ദിവസവും നെയ്തിന് ഓരോരോ വിഷയങ്ങളായിരുന്നു. അവനൊരു തലവേദന വന്ന് അവൻ സ്വയമായിട്ട് അവന്റെ ശരീരം ഇടിച്ച് വേദനിപ്പിക്കും. കുറച്ച് കഴിയുമ്പോൾ അവര് ട്യൂബ് ഫീഡാണ് കൊടുത്തത്. വായിക്കൂടൊന്നും ചവയ്ക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ട് അതിൽ കൂടെ ആയിരുന്നു ഫീഡ് കൊടുക്കുന്നത്. ആ ഫീഡ് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് അപ്പോഴ് തന്നെ ഡയറി ആവും. ലൂസ് മോഷനായിട്ട് ഡയപ്പർ കെട്ടി ആ ഡയപ്പർ എല്ലാം അവൻ്റെ ബാക്ക് സൈഡ് മൊത്തം പൊട്ടി അങ്ങനെ വല്ലാത്ത അതിവേദനയിൽ ഉറക്കമില്ലാത്ത രാത്രികളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. എങ്കിലും ദൈവസന്നിധിയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. ഓരോ വേദനയുടെ ഘട്ടങ്ങളിലും ഞങ്ങൾ ദൈവത്തോട് ചോദിക്കും, ദൈവമേ, ഞങ്ങൾ ഇനി എവിടെയാണ് ഒടിയാനുള്ളത്, ഞങ്ങൾ എവിടെയാണ് ഇനി ചതയുവാനുള്ളത്, ഞങ്ങളെ തന്നെ ശോധന ചെയ്ത് ഞങ്ങളെ ദൈവം പൊന്നുപോലെ പുറത്തിറക്കി. ഞാൻ ഈ നിമിഷം വരെയും എൻ്റെ ഈ 36ാമത്തെ വയസ്സ് വരെ ഞാൻ ചിന്തിക്കും, ദൈവം എൻ്റെ ഈ കർത്താവിനെ ഞാൻ അറിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾ എന്നേ ഈ ലോകം വിട്ട് മാറ്റപ്പെടുമായിരുന്നു. എങ്കിലും ഈ സത്യമാണ് ഞങ്ങളെ നിലനിർത്തുന്നത്. ആ, അങ്ങനെ ഓരോരോ ഘട്ടങ്ങളില് ഡോക്ടേഴ്സ് പറഞ്ഞു നമ്മളൊരു 16 ദിവസം വരെ ഇവന്റെ തലയ്ക്ക് ഇങ്ങനെ ഈ ബ്ലീഡിന്റെ ചുറ്റും ഇങ്ങനെ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കും. അതുകൊണ്ട് അത് ഒരു ക്രിട്ടിക്കലായ സമയം എന്ത് സംഭവിക്കാം. ഫീവർ വന്നു കഴിഞ്ഞാൽ ഫിറ്റ്സ് സംഭവിക്കാം. ഫിറ്റ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഫർദർ ബ്ലീഡിന് ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഓരോ ദിവസവും വന്ന് പറയും. പക്ഷെ അവർ നോക്കുമ്പോഴൊന്നും ഇവന് യാതൊരുവിധമായ ഇമ്പ്രൂവ്മെന്റുകളൊന്നും കാണുന്നില്ല. 17ാമത്തെ ദിവസം ഇവന്റെ മെയിൻ ഡോക്ടർ വന്നിട്ട് ഇവരെ അസസ് ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞു യാതൊരു ഇമ്പ്രൂവ്മെന്റും ഇല്ല. അതായത് അതിന്റെ അർത്ഥം ആ ബ്ലീഡിന് ചുറ്റും ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുവാണ് കൊച്ചിന്. അതുകൊണ്ടാണ് നമ്മള് ഇപ്പൊ തന്നെ 1 മണിക്കൂറിനുള്ളിൽ ഇവനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി നമ്മള് ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്തെടുത്ത് കളയാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ആ സമയത്ത് എന്തോ പറയണമെന്നോ ഞങ്ങള് നമ്മുടെ പ്രതികരണം ഒന്നും ഡോക്ടർ കേൾക്കാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ 5 മിനിറ്റ് കൊണ്ട് റൂമിൽ നിന്ന് നേരെ ന്യൂറോ ഐസിയിലോട്ട് പൈതലിനെ ഷിഫ്റ്റ് ചെയ്യാനിടയായി അവര്. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ റൂമിൽ പോയി വെയിറ്റ് ചെയ്തോ, ഞങ്ങള് ഓപ്പറേഷൻ തിയേറ്ററെല്ലാം സെറ്റാക്കി അനസ്തറ്റിക്സിനെ വിളിച്ച് കൺസെന്റ് ചെയ്യാൻ നേരത്ത് ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ന്യൂറോ ഐസിലോട്ട് ഇവനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവനെ നോക്കുന്ന നേഴ്സിനോട് ഞാൻ പറഞ്ഞു, എപ്പോഴെങ്കിലും നെയ്തൻ കണ്ണു തുറന്നാൽ ഞങ്ങള് പേടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പേരൻസ് ഔട്ട്സൈഡിലുണ്ട്, വിഷമിക്കേണ്ടെന്ന് പറയണം. ഞാൻ എൻ്റെ ഫോണും പ്രിയ സിസ്റ്ററിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, അവന് എന്തെങ്കിലും കാർട്ടൂൺ വല്ലതും കാണണമെന്നുണ്ടെങ്കിലോ പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിലോ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ എൻ്റെ ഫോണിൽ പാസ്വേഡ് ഇട്ട് ആണ് കൊടുത്തത്. അപ്പൊ ഞാൻ പാസ്വേഡിന്റെ നമ്പരും ആ സിസ്റ്ററിന് എഴുതി കൊടുത്തു. അതിനുശേഷം പാസ്റ്ററെ ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും റൂമിൽ കടന്നു വന്ന് ഞങ്ങളുടെ കരം കോർത്ത്, ഞങ്ങൾക്ക് മാതാപിതാക്കളോട് പറയാൻ കഴിയില്ല. കാരണം ഒന്ന് അവർ തകർന്നിരിക്കുന്ന അവസ്ഥകളിൽ, രണ്ടാമത്തെ കാര്യം അവനെയും വേദനിപ്പിക്കണ്ടെന്ന് കരുതി ഞങ്ങൾ ആരോടും പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ വീണ്ടും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നമ്മൾ നോക്കുമ്പോൾ നമ്മളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നും, മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ നന്നായിട്ട് തോന്നുമെങ്കിലും നമ്മള് നമ്മള് കാണാത്തതായ പല കുറവുകളും കുറ്റങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ കാണും. ഞങ്ങൾ വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഞങ്ങളുടെ എവിടെയെങ്കിലും കൂർത്തിരിക്കുന്നതോ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ, അവിടുത്തെ കണ്ണുകളിലുണ്ടെങ്കിൽ ദൈവം വീണ്ടും അത് ഉടയ്ക്കണം, ഞങ്ങളെ പണിയണം, ഞങ്ങളെ പൊന്നുപോലെ പുറത്തെടുക്കണം. എന്ത് ജീവിതത്തിൽ വന്നാലും അതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു കൃപ ദൈവം തരേണ്ടതിന് ഞങ്ങൾ വീണ്ടും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. വീണ്ടും ദൈവത്തിന്റെ ശക്തമായ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുവാൻ തുടങ്ങി. പാസ്റ്റർ, ഞാൻ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ ഞാൻ കാണുകയാണ്. നീ ഇനി തൊട്ട് നിന്റെ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് രക്ഷിക്കണേ, അവനെ സഹായിക്കണേന്നും അല്ല,
ഞാൻ ഇന്ന് പകൽക്കാലം ഒരു ഉയർപ്പിന്റെ ഒരു ഒരു ശക്തി, അവന്റെ ആ റിസറക്ഷൻ പവർ അവന്റെ മേലിൽ നിറക്കാൻ പോവുകയാണ്. ഞാനൊരു സ്ക്രീനിൽ ഇങ്ങനെ കാണുകയാണ്, സമുദ്രം, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന പോലെ സമുദ്രം തങ്ങൾക്കുള്ളവരെ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ ആ കാഹളം ധ്വനിക്കുമ്പോൾ തീക്കിരയായവര്, വാളിനിരയായവര്, അഗ്നിയിൽ ഏൽപ്പിച്ചവരെല്ലാം ആ കാഹള ധ്വനിയിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് കണ്ണിമയ്ക്ക് ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ ആ ഉയർപ്പിന്റെ ആ ശക്തി ഇന്ന് പകൽക്കാലം നെയ്തന്റെ മേൽ ഇറങ്ങാൻ പോവാന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി എന്നോട് സംസാരിച്ച്, ഞാനൊരു സ്ക്രീൻ കാണുന്നത് പോലെ ഞാൻ കാണാൻ തുടങ്ങി. ന്യൂറോ ഐസിയിൽ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം നെയ്തന്റെ കാര്യത്തിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേഗം തന്നെ ഡോക്ടേഴ്സിനോട് ചോദിച്ചു, ഡോക്ടർ എന്താണ് നെയ്തന്റെ കാര്യത്തിൽ തീരുമാനിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ സർജറി ചെയ്യുന്നില്ല, തൽക്കാലം ഹോൾഡ് ചെയ്ത് വെച്ചേക്കുക, നാളെ വരെ ഞങ്ങൾ നോക്കുക. കാരണം ഇന്നിപ്പോൾ കണ്ണ് തുറന്ന് കുറെ കൂടെ ആക്റ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങി. തന്നെ ഫോൺ തുറന്ന് പാസ്വേഡൊക്കെ അവൻ തന്നെ അടിച്ച് അത് പാട്ട് കേട്ടോണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വേഗം തന്നെ ഐസി ചെന്ന് നോക്കിയപ്പോൾ കാണാൻ ഞങ്ങള് കയറ്റി വിട്ട നെയ്തനല്ല അവിടെ കാണുന്നത്. അവൻ വേറൊരു മനുഷ്യനെ പോലെ സംസാരിക്കുവാനും വിശക്കുവാന്നൊക്കെ പറയുവാനും അവിടെ നിന്ന് സ്റ്റാഫ് എല്ലാം വളരെ അത്ഭുതത്തോടെ, നിശ്ചയമായും ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വലിയൊരു ആ ഉയർപ്പിന്റെ ശക്തി അവന്റെ മേൽ ഇറങ്ങി ദൈവം ആ സർജറിയെ ഹോൾഡ് ചെയ്യുവാൻ ദൈവം ഇടയാക്കി. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞ ഡോക്ടർ ഷിജോയ് ഡോക്ടർ വേഗം തന്നെ വന്നു അവനെ അസസ് ചെയ്തിട്ട് പറഞ്ഞു അവന് സർജറിയുടെ ഒരാവശ്യമില്ല. അവരൊന്നും കൂടെ CT എടുത്തു, ഫ്ലൂയിഡ് എല്ലാം കുറഞ്ഞ് സറൗണ്ടിങ്ങിലുള്ള ക്ലോട്ടുകളെല്ലാം കുറയുവാൻ ഇടയാക്കി പാസ്റ്ററെ. അതിനുശേഷം ഞങ്ങൾ ഡിസ്ചാർജായി. 22 ദിവസത്തിന് ശേഷം ഡിസ്ചാർജായി. പക്ഷെ ഡോക്ടർ പറഞ്ഞ് തൊട്ടടുത്തുള്ള 1 കിലോമീറ്ററിനകത്തുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ സ്റ്റേ ചെയ്താൽ മാത്രം, മീൻസ് റെന്റിനെടുത്ത് സ്റ്റേ ചെയ്യുക, ദൂരോട്ട് പോകരുത്. കാരണം എന്തെങ്കിലും എമർജൻസി വന്ന തെറാപ്പികളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് നെയ്തന് ഒന്നും ഇരിക്കാൻ അറിയത്തില്ല, പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നുപോയി. 5 വയസ്സിൽ അവൻ എന്തെല്ലാം പഠിച്ചോ അവന് ഓർമ്മയുള്ളത് ദൈവവചനം മാത്രം. ABCD പോലും അവന് ഓർമ്മയില്ല. അങ്ങനെ അവൻ പഠിച്ച ദൈവവചനം എല്ലാം അവൻ കാണാതെ എല്ലാ ദിവസവും പറയും, ഞങ്ങൾ പ്രാർത്ഥിപ്പിക്കും. ഇരിക്കാൻ പഠിച്ചു, ക്രമേണ അവൻ നടക്കാൻ പഠിച്ചു. ഒരു പിഞ്ചു കുഞ്ഞ് എങ്ങനെ നടക്കുന്നു അതുപോലെ ആസ്റ്റർ മെഡിസിറ്റിയിലെ തെറപ്പിസ്റ്റുമാര് അവനെ നടത്തിച്ച് പഠിപ്പിച്ചു. അതുപോലെ തന്നെ അവന്റെ വായില് കോടലുകള് അവർ ഓരോരോ എക്സസൈസ് ചെയ്ത് 2 ആഴ്ച കൊണ്ട് അത് പൂർണ്ണമായി മാറി നന്നായിട്ട് ചിരിക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി. അതിനുശേഷം ഞങ്ങള് ഡോക്ടർ പറഞ്ഞു, നമ്മള് ഇനി ഞാൻ പറഞ്ഞല്ലോ മെമ്മറിയുടെ കാര്യങ്ങളും വിഷന്റെ കാര്യങ്ങളും ഇപ്പൊ അങ്ങനൊന്നും ഇല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ഫ്യൂച്ചറിൽ കാണും. ഇപ്പൊ MRIയിലും CTയിലും ഒന്നും കാണുവാൻ കഴിയുന്നില്ല എങ്കിലും ആ ക്ലോട്ട് അവിടെ തന്നെ ഉണ്ട്. ഡോക്ടർ പറഞ്ഞു നമുക്കൊരു DSA സ്കാനിങ് കൂടെ ചെയ്യാം. അതായത് നമ്മുടെ ഈ ഫെമറൽ വെയിനിൽ കൂടെ ഒരു ഗൈഡ് വയർ കയറ്റിയിട്ട് നമ്മുടെ ഈ തൊടഭാഗത്ത് ഒരു ട്യൂബ് പോലുള്ള സംഭവം കയറ്റി ക്യാമറ നോക്കി തലയിൽ എന്താണ് ഇതിന് കാരണം, റീസൺ എന്ന് കണ്ടുപിടിക്കണം. കാരണം ഈ 5 വയസ്സുകാരന്റെ തലയിലുള്ള ഒരു ബ്ലീഡ് അല്ല അവനുണ്ടായേക്കുന്നത്. അപ്പം അതിനെന്തോ കാരണമെന്നും ഇനി ഫർദർ ആയിട്ട് ഉണ്ടാകുമെന്നൊക്കെ അറിയണം. അതിനുശേഷം അവര് പറഞ്ഞു എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അതിനകത്ത് നമ്മൾ റേഡിയേഷൻ തെറാപ്പി ഉണ്ട്. സെയിം ലൈക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റ് പോലുള്ള കാര്യങ്ങൾ അവർ പറയാൻ തുടങ്ങി. ഞങ്ങൾ വീണ്ടും ഹൃദയത്തിൽ എങ്കിലും ദൈവം സൗഖ്യമാക്കി, ദൈവം ഒരുവനെ സൗഖ്യമാക്കിയാൽ അത് സൗഖ്യം തന്നെ. അത് ഭാഗികമായിട്ടല്ല പൂർണ്ണമായിട്ടും ദൈവം വിടുവിച്ചിരിക്കാൻ ദൈവത്തിന് ഞങ്ങൾ മാനമഹത്വം എല്ലാം കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് പിശാച് വന്ന് ഞങ്ങളുടെ ഡോക്ടേഴ്സ് വന്ന് ഞങ്ങളുടെ അടുത്ത് നെഗറ്റീവ് ഇങ്ങനെ പറഞ്ഞാലും ദൈവസന്നിധി ഞങ്ങൾ വിശ്വസിച്ചു. ദൈവം എത്രത്തോളം അത്ഭുതം കൊടുത്തെങ്കിൽ, വിടുതൽ കൊടുത്തെങ്കിൽ തുടർന്നും ദൈവം വിടുവിപ്പാൻ ശക്തനാണ്. ഡോക്ടേഴ്സ് റേഡിയേഷൻ തെറാപ്പിയെ കുറിച്ച് പറഞ്ഞു. റേഡിയേഷൻ തെറാപ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് സ്ഥിരമായിട്ട് ഹെഡേക്ക് ഉണ്ടാകും, അതുപോലെ തന്നെ തലമുടി പൊഴിയും. അതിനെക്കുറിച്ചുള്ള ഇങ്ങനെ ലോകപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പറഞ്ഞ് നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം, മെന്റലി നിങ്ങൾ ഓക്കെ ആകണം എന്നൊക്കെ പറഞ്ഞു. എങ്കിലും ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. DSA സ്കാൻ ഡോക്ടർ ചെയ്തു.
DSA സ്കാൻ ചെയ്ത ഡോക്ടർ, ആ റേഡിയോളജിസ്റ്റ് ഞങ്ങളോട് വന്ന് പറഞ്ഞത്, ഞങ്ങള് നെയ്തന്റെ തലയുടെ ഓരോ ഭാഗങ്ങളിലും ആ ഗൈഡ് വയർ കടത്തി ക്യാമറ ഇട്ട് നോക്കിയിട്ട് ഒന്നും എന്തോ കാരണമെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെ റേഡിയേഷൻ്റെയോ അങ്ങനെ ഒന്നും ഒരാവശ്യമില്ല, യാതൊരു വിധമായ പ്രശ്നങ്ങളും കാണുന്നില്ല എന്ന് ഡോക്ടേഴ്സ് പറയാനിടയായി. ആം, അതിനുശേഷം അവർ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നു. ഞങ്ങൾ നവംബറിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നെയ്തന് ആം, ആ, നടക്കുമെങ്കിലും സ്റ്റെയർ കയറാനൊക്കെ വളരെ പ്രയാസമായിരുന്നു പാസ്റ്റർ. ഞങ്ങൾ ആ വിന്റർ സമയത്തെല്ലാം നെയ്തനെ ഞങ്ങൾ എടുത്തുകൊണ്ട് ഓരോരോ സ്ഥലങ്ങളിൽ പോകുമായിരുന്നു. ചർച്ചിലും കൂട്ടായ്മകൾക്കും ഞാൻ ജോലിക്ക് കടന്നു പോകുമ്പോഴും എല്ലാം ആ സമയത്തെല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ വലിയ കരം ഞങ്ങളോട് കൂടെയിരുന്നു. അതിനുശേഷം കാനഡയിൽ ഞങ്ങൾ കടന്നു വന്ന് ഇവിടെ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് സിക്കിഡ്സ് ഹോസ്പിറ്റൽ. ഇവിടെ വന്നു. അതിനുശേഷം ഇവിടെ ഞങ്ങൾ ഫോളോ അപ്പ് ആരംഭിച്ചു. അപ്പോ സെയിം അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു, ഇവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിൽ ഇന്ത്യൻ ടെക്നോളജിക്ക് അവർ അത്ര ഡിമാൻഡ് കൽപ്പിക്കത്തില്ല. അവരുടെ കനേഡിയൻ ടെക്നോളജിയിൽ എല്ലാ സ്കാനിങ്ങും ആദ്യം മുതൽ തന്നെ ചെയ്യുവാൻ തുടങ്ങി. എങ്കിലും ഇവനെ നോക്കുന്ന ഒരു ജൂയിഷ് ഡോക്ടറാണ് ഡോക്ടർ ഡെറിക്ക്. ആ ആ പ്രിയ ഡോക്ടർ ഇങ്ങനെ ഇവന്റെ റിസൾട്ടുകളെല്ലാം വായിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്, ഇവന്റെ പേര് നിങ്ങൾ മാറ്റി മിറാക്കിൾ ചൈൽഡ് എന്ന് വല്ല അർത്ഥമുള്ള പേരിടണം. കാരണം ഇവന്റെ ഹിസ്റ്ററി വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു പേടി സ്വപ്നം കാണുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഇതെങ്ങനെ ഇവൻ നോർമലായിട്ട് സംസാരിക്കാനും ഇത്രയും നോർമലായിട്ട് ആക്ട് ചെയ്യാനൊക്കെ എങ്ങനെ സഹായിച്ചു എന്ന്. ആ സമയത്തെല്ലാം ഞങ്ങൾ ദൈവത്തിന്റെ വചനം, ദൈവമാണ് അവന് സൗഖ്യമാക്കിയത് എന്ന് പറയുവാൻ ദൈവം ഇടയാക്കി. ഇവനോട് സംസാരിക്കുന്നവരോട്, ഇവന് നോക്കുന്ന തെറപ്പിസ്റ്റുമാരോടെല്ലാം ദൈവവചനത്തെക്കുറിച്ചും ദൈവ സൗഖ്യമാക്കിയ കാര്യങ്ങളെല്ലാം പറയാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതുപോലെ തന്നെ പാസ്റ്റർ ഞങ്ങള് അതിനുശേഷം ഈ ഡോക്ടർ പറഞ്ഞു, ഇവിടെയും DSA ചെയ്യണം, നമുക്ക് ആൻജിയോഗ്രാഫി ചെയ്യണം. ചെയ്തിട്ട് ഇനി ഫർദറായിട്ട് അടുത്ത നാളുകളിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അവരും കാനഡ വന്നതിന് ശേഷം വീണ്ടും ആൻജിയോഗ്രാഫി ഒക്കെ ചെയ്തു. ആൻജിയോഗ്രാഫി ചെയ്തത് ഒരു കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ റേഡിയോളജിസ്റ്റ് ആണ്. ആ അദ്ദേഹവും ഇവിടെ വന്ന് ആൻജിയോഗ്രാഫി ചെയ്ത ശേഷം അതിന് പുറത്ത് വന്നതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞു, ഈ ബ്രെയിൻ എങ്ങനെ ഒരു നോർമൽ ബ്രെയിൻ ആയിരിക്കുന്നു, ഒരു ക്ലോട്ട് പോലും കാണാത്ത രീതിയിൽ അത്രയ്ക്ക് ക്ലീൻ ആയിട്ടാണ് ഇപ്പോൾ തലയിരിക്കുന്നത്. യാതൊരു പ്രയാസവും ഇല്ല. ഇങ്ങനൊരു ആക്ടിവിറ്റി ബ്രെയിൻ ഉണ്ടായെന്ന് ബ്രെയിൻ കാണിക്കുന്നത് പോലും ഇല്ല എന്ന് ആ ഡോക്ടർ വന്ന് പറയാനിടയായി. അപ്പോഴെല്ലാം ഞങ്ങൾ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ ദൈവം ഇടയാക്കി. അതുപോലെ തന്നെ എവിടെ മെമ്മറിക്ക് വിഷയം വരുമെന്ന് പറഞ്ഞ സ്ഥാനങ്ങളിലെല്ലാം അവന് നന്നായിട്ട് പഠിക്കുവാനും ദൈവവചനം പറയുവാനും ഒക്കെ ദൈവം ഇടയാക്കി. ഒരു 4 മാസം മുമ്പ് എക്സൽ മീഡിയയിൽ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമിൽ അവന് 150 വാക്യം ഏകദേശം 17 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവന് ലെജൻഡ് ആവുവാൻ ദൈവം ഇടയാക്കി. അതിന് ദൈവം അവനെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവന് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ അവന് ടീച്ചേഴ്സ് പാരന്റ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് എല്ലാം വളരെ അത്ഭുതത്തോടെയാണ് അവനെ നോക്കുന്നത്. കാരണം ഇത്രയും വലിയൊരു പ്രശ്നം സംഭവിച്ച ഒരാള് എങ്ങനെ അവന് ഇത്രത്തോളം നന്നായിട്ട് നോർമലായിട്ട് പഠിക്കാനൊക്കെ ദൈവം എങ്ങനെ സഹായിക്കുന്നു എന്നാണ് അവർ നോക്കിയത്. അപ്പോഴും ഞങ്ങൾക്ക് ദൈവത്തിന്റെ വചനം പറയുവാനും ദൈവമാണ് ഞങ്ങളെ സൗഖ്യമാക്കിയെന്നൊക്കെ പറയുവാൻ ദൈവം ഇടയാക്കി. ഇപ്പോഴും ചെറിയതായ ഒരു വീക്ക്നെസ് അവന്റെ ശരീരത്തിലുണ്ട്, ലെഫ്റ്റ് സൈഡിൽ. എങ്കിലും നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു പാസ്റ്റർ, എനിക്കിനി ഒരു പരിപൂർണമായ ഒരു സൗഖ്യത്തിന് വേണ്ടിയൊന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. ഇതൊരു അടയാളമായി ദൈവം അവനെ അവന്റെ കർത്താവിന്റെ സാക്ഷിയായി അനേകർക്ക് നിർത്തേണ്ടതിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ദൈവം അവനെ ഉപയോഗിക്കണം. അവന് ഒരു ടെസ്റ്റ് മണിയായിട്ട് ലോകം മൊത്തവും അതൊരു ഒരു ഒരു സൗഖ്യമെങ്കിൽ സൗഖ്യം, ഇല്ല എങ്കിലും നമുക്ക് യാതൊരു പരാതിയില്ല. കാരണം
ഒരു എവിഡൻസ് ആയിട്ട് ദൈവം അത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും ഞങ്ങൾക്ക് അതിനുശേഷം 2021 ഇവിടെ കടന്നു വന്നു. 22 പല പല ടെസ്റ്റുകളൊക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നെയ്തന്റെ ഹെൽത്തിനെ കുറിച്ച് മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തത്. പിന്നെ അതിനുശേഷം അവനൊരു സിബ്ലിങ്ങിനെയും കൂടെ കുറിച്ചൊക്കെ ചിന്തിച്ചു. ദൈവം അടിയങ്ങൾക്ക് ദാനമായ ഒരു പൈതലിനെയും കൂടെ തന്നു. 2022 ഒക്ടോബറിൽ ഇപ്പോൾ അവന് 3 വയസ്സായിരിക്കുന്നു. അവൻ്റെ പേര് നെഹമായ എന്നാണ്. ദൈവം പൈതലിനെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തിയ വൻകൃപയ്ക്കായി നന്ദി എന്ന ഹൃദയത്തോടെ സ്തുതിക്കുന്നു. നന്ദി അല്ലാതെ ഒന്നും ജീവിതത്തിൽ പറയാനില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവത്തെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങള് പട്ടുപോയേനെ. ഇങ്ങനെ ഒരുപക്ഷെ മാനസികമായിട്ട് ഞങ്ങൾ തകർന്നു പോയേനെ. പക്ഷെ ആ തകരുന്ന സമയങ്ങളിലെല്ലാം തകർച്ചകളില്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയും പ്രയാസങ്ങളുമാണ്, ഒരിക്കലും ഒരു പട്ടുമത്തയല്ല. 2000 +2 കഴിഞ്ഞ ശേഷം ഞാൻ +2 വരെ മാതാപിതാക്കളുടെ അണ്ടറിലായിരുന്നു. അവരുടെ കൂടെയൊക്കെ താമസിച്ചു. അതിനുശേഷം ഞാൻ നഴ്സിംഗ് പഠിക്കാനായിട്ട് ബാംഗ്ലൂരിൽ പോയപ്പോഴാണ് എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ എനിക്ക് മനസ്സിലാക്കുവാൻ ദൈവം ഇടയാക്കിയത്. അപ്പോൾ ദൈവവചനം കൂടുതൽ ഗ്രഹിപ്പാനും പഠിക്കുവാനും ഇപ്പോഴും ജീവിതത്തിൽ ഓരോരോ ചലഞ്ചസുകൾ കടന്നു വരുമ്പോൾ കൂടുതലായിട്ട് ദൈവത്തെ ആശ്രയിക്കുവാനും, യഹോവയല്ലാതെ വേറൊരു ആശ്രയം നമ്മൾക്കില്ല ഈ ഭൂമിയിൽ ആരും. അതുപോലെ തന്നെ നെയ്തൻ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഞാൻ പഠിച്ച ഒരു കാര്യമുണ്ട്. മാതാപിതാക്കൾക്കോ ഒരുപക്ഷെ ഭർത്താവിനോ ഭാര്യയ്ക്കോ എല്ലാ സ്നേഹത്തിനും ഒരു പരിധി വരെ പോകാൻ പറ്റത്തുള്ളൂ. വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ ഞാൻ ദൈവം എന്നോട് സംസാരിച്ചൊരു കാര്യം, എനിക്ക് വെന്റിലേറ്ററിന്റെ ഡോറ് വരെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പുറത്തേക്ക് അവരെഴുതിയേക്കുന്നത് അന്യർക്ക് പ്രവേശനമില്ലാതാണ്. ഞാനൊരു അന്യ ആളായിട്ടാണ് അവിടെ കാണുന്നത്. ഒരു അമ്മയായിട്ട് എനിക്ക് എപ്പോഴും അവൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റത്തില്ല. ആ സമയത്തും കാരാഗൃഹത്തിലും ബന്ധനത്തിലും ഏതവസ്ഥകളിലും ഇറങ്ങിച്ചെല്ലുവാൻ കഴിയുന്നത് ദൈവ സാന്നിധ്യം മാത്രമേ ഉള്ളൂ. പിരിയാത്ത ബന്ധം, നിത്യതയോളം നിലനിൽക്കുന്ന ആ സ്നേഹം, ഈ സ്നേഹത്തിന് യാതൊരു കളങ്കവുമില്ല, ഒരു കള്ളത്തരവുമില്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഇടയാക്കി. ഈ ഒരു ടെസ്റ്റ് മണി മുഖാന്തരം എൻ്റെ കോവർക്കേഴ്സിനോട് അനേകരോട് സുവിശേഷം പറയാൻ ദൈവം ഇടയാക്കി. ആഫ്രിക്കൻസിന്, വിയറ്റ്നാമീസിനോട്, ചൈനീസിനോടൊക്കെ ദൈവവചനം പറയുവാനും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുവാനും എൻ്റെ പേഷ്യൻറ്റിനോട് ആദ്യമേ നമുക്കിവിടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, ഒത്തിരി പറയാൻ പറ്റിയില്ലെങ്കിലും ദൈവം എനിക്ക്, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ജോലി കിടന്നുമ്പോൾ, ദൈവമേ ഒരാളോടെങ്കിലും എൻ്റെ കർത്താവിനെ കുറിച്ച് പറയുവാൻ ദൈവം എന്നെ ഇടയാക്കണം. അപ്പോൾ ദൈവം എനിക്ക് വേണ്ടി വഴികളെ പലപ്പോഴും ഒരുക്കാറുണ്ട്. തകർന്നും നുറുങ്ങപ്പെട്ട ഹൃദയങ്ങളോട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം ഞാൻ എൻ്റെ ലൈഫ് പെതുക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ തന്നെ അവർ വാവിട്ട് നിലവിളിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനൊക്കെ അവർ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. കൂടുതൽ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചിന്തിക്കും, അങ്ങനെ ഒരു ടെസ്റ്റ് മണി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് കൊണ്ട് ഇന്ന് അനേകരോട് എൻ്റെ കർത്താവിനെ പറയുവാൻ ദൈവം ഇടയാക്കി. എൻ്റെ അവസാന നാൾ വരെ എനിക്ക് അങ്ങനെ തന്നെ ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവം അതിന് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഷിബിസിന്റെ സാക്ഷ്യം കേൾക്കുവാൻ കർത്താവ് സഹായിച്ചു. ദൈവം നടത്തിയ ഒരുപാട് അത്ഭുതകരമായ അനുഭവങ്ങൾ, ദൈവപ്രവൃത്തിയുടെ ആ കരം തൊട്ടറിഞ്ഞ ആ നാളുകൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ സമയം ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. അതെ, പ്രിയ പൈതലിനെ അരോമ TV പ്രേക്ഷകർക്ക് ഒരു വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്തുന്നതിൽ ഈ അവസരം വിനിയോഗിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. മോനെ, പ്രൈസ് ലോർഡ്. നെയ്തൻ മോനെ, മമ്മി മോൻ്റെ ജീവിതാനുഭവം സാക്ഷിയൊക്കെ ഒത്തിരി പറഞ്ഞു. മോനെ മലയാളം അറിയാമോ? ഇച്ചിരി അറിയാം. ഓക്കെ. ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 5ാമത്തെ സ്റ്റാൻഡേർഡിൽ പഠിക്കുക. ഓക്കെ, വെരി ഗുഡ്. ഇവന് കഴിഞ്ഞ വർഷം ദൈവം ഒരു വിഷയം കാണിച്ചു. അവന് ഇങ്ങനെ പറഞ്ഞു, ദൈവം രാത്രി കടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനോട് വന്ന് ചോദിച്ചു, നീ എന്നെ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചു.
അന്ന് അവന് ഞാന് യേശോപ്പച്ചനെ ഞാൻ സ്വീകരിക്കുവാന്ന് അവന്റെ ഉറക്കത്തിൽ അവൻ പറഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ ദൈവദാസനോട് ഇത് പറഞ്ഞു. ദൈവദാസൻ അവന് രക്ഷാവാചകം ചൊല്ലിക്കൊടുത്തു. അങ്ങനെ ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ കഴിഞ്ഞ വർഷം ദൈവം അവന് ഭാഗ്യം കൊടുത്തു. ഓക്കെ, വെരി ഗുഡ്. മോന് എക്സൽ മീഡിയയിൽ പിന്നെ ദൈവവചനം പറഞ്ഞെന്ന് പറഞ്ഞല്ലോ, മെമ്മറി വേഴ്സ് പറഞ്ഞു 150 വാക്യങ്ങൾ അല്ലേ? കുറച്ച് വാക്യം ഒന്ന് പറഞ്ഞേ, ഒന്ന് കേൾക്കട്ടെ. Matthew 11 verses 26. He who is burdened shall come to me, and I shall give you rest. Genesis 12 verses 2. I'll make you into a great nation, I will bless you, I'll make you great, and you shall be a blessing. Exodus 15 verses 18. The Lord is your strength, your shield, and your fortress. Exodus 20 verses 12. You shall honor your father and your mother, so that you may live long in the land of the Lord. God bless you. Thank you for sharing your time with us. Okay? Okay. Have a blessed day. God bless you. Take care. അരോമ ടി വിയിൽ വന്ന് ഇത്രത്തോളം സാക്ഷ്യം പറയാൻ വലിയവനായ ദൈവം അടിയനെയും പൈതലിനെയും ദൈവം ഇടയാക്കി. ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വലിയൊരു ആഗ്രഹമായിരുന്നു ചാനലിൽ വന്ന് സാക്ഷ്യം പറയണത്. കാരണം പ്രിയ ദൈവദാസൻ അനേക സാക്ഷികളെ, അതായത് ജീവനുള്ള സാക്ഷ്യങ്ങളെ ഞങ്ങൾക്ക് കേൾക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനേകരുടെ സാക്ഷ്യങ്ങളെ ഞങ്ങളെ തന്നെ വിലയിരുത്തി ചിന്തിപ്പാനൊക്കെ ദൈവം ഇടയാക്കി. ആത്മീയത്തിൽ വളരുവാൻ ദൈവം സഹായിച്ചു. ഈ ചാനലിനെ ദൈവം അധികമായിട്ട് ദൈവം ധാരാളമായിട്ട് എടുത്ത് ഉപയോഗിക്കട്ടെ. പ്രത്യേകിച്ച് എൻ്റെ മദറിലോ എല്ലാ ദിവസവും മമ്മി വാച്ച് ചെയ്യുവാൻ അമ്മ ടി വി ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ദേവദാസിൻ്റെ വേലയെയും ഈ ടി വി ചാനലിലെ പ്രവർത്തനങ്ങളെയും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ അംഗങ്ങളെയും ദൈവം, സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമഹത്വത്തിനായി ദൈവം തീർക്കട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ നമ്മളെല്ലാം ദൈവം സഹായിക്കട്ടെ. ഈ ഭൂമിയിൽ എന്ത് നേടിയെന്നല്ല, ഒരാളെയെങ്കിലും നമുക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞങ്ങളുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കുവാൻ ദൈവം ഇടയാക്കി. ദൈവാടിയങ്ങളെയും അതിനെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ സാക്ഷ്യം കേൾക്കുന്ന ഒരാളെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ വേദനപ്പെട്ട് തലമുറകളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുവാണെങ്കിൽ നിശ്ചയമായും സൗഖ്യമാക്കുന്ന ഒരു കർത്താവ് നമ്മുടെ അടുക്കലുണ്ട്. ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയ ഏത് അവസ്ഥകളിലും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ഡോക്ടേഴ്സിനും എല്ലാം പ്രവർത്തിക്കുന്നതിനും ചിന്തിക്കുന്നതിനും ഒക്കെ പരിധിയുണ്ട്. അവരത് പുറമേ ഉള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. എന്നാൽ മനുഷ്യനെ അതേപോലെ സൃഷ്ടിച്ച കർത്താവ് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെ ഉള്ളിലും വേദനകളും നമ്മുടെ ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങളും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നാൽ പൂർണ്ണമായും സൗഖ്യമുണ്ട്. നിശ്ചയമായും ദൈവം സൗഖ്യമാക്കും. ഞങ്ങൾ അതിൻ്റെ ഉത്തമ സാക്ഷികളാണ്. അനേക സാക്ഷ്യങ്ങൾ ഈ ചാനലിലൂടെ നമ്മൾ കേൾക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാസ്റ്റർ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, വിവിധ ടൈം സോണിൽ ഇരുന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന്റെ സാക്ഷിയെ നിൽപ്പാൻ ദൈവാടിയനെ അവിടെ ഇടയാക്കിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഈ ജീവന്റെ സാക്ഷ്യം കേൾക്കുന്ന ഒരാളെങ്കിലും ഹൃദയത്തിന്റെ വേദനയിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ കർത്താവെ, അങ്ങക്ക് കഴിയാത്തതായ യാതൊന്നുമില്ല. കർത്താവെ, അങ്ങക്ക് അസാധ്യമായതൊന്നുമില്ലെന്ന് അടികൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരം ദൈവമേ ഏത് രോഗക്കിടക്കളിലും ഇറങ്ങിച്ചെന്ന് സൗഖ്യമാക്കുന്ന കർത്താവാകിയാൽ സ്തുതിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ. ഇത്രത്തോളം ഞങ്ങളെ ദൈവമേ ടെസ്റ്റ് മണി ഷെയർ ചെയ്യാൻ ദൈവം അവിടെ ഇടയാക്കിയല്ലോ. പ്രിയ ദൈവത്തിന്റെ അഭിഷക്തനെ അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പോ ഈ ചാനലിനെ ദൈവം വളർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം ജീവനുള്ള സാക്ഷ്യങ്ങളെ ഓരോ ദിവസവും ദൈവമേ ഈ ചാനലിൽ അവിടുന്ന് കൊണ്ടുവരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ ദൈവനാമ മുഖാന്തരത്തിന് കർത്താവെ ഉദ്ധാരണത്തിനുമായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. അനേകർ ഇത് കേൾക്കുന്നവർ ആശ്വാസം പ്രാപിപ്പാൻ, ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാൻ ദൈവം സഹായിക്കുമാറാകണമേ. കർത്താവിന്റെ ദാസനെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന എല്ലാ ടെക്നിക്കൽ ക്രൂവിനെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയ
ദാസന്റെ മിനിസ്ട്രിയെ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുമാറാണമേ. കുടുംബമായി അവിടുന്ന് സഹായിക്കുമാറാണമേ. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം അവിടുന്ന് പകർന്നു കൊടുത്ത് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇത്രത്തോളം അടികളെ സഹായിച്ച ദൈവത്തിന് സ്തോത്രം. ഈ ടെസ്റ്റ് മണി കേൾക്കുന്ന ആരെങ്കിലും കർത്താവെ തകർന്ന് നുറുങ്ങിയിരിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം അവിടുന്ന് ആശ്വസിപ്പിച്ച് ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാൻ ദൈവം അവിടുന്ന് ഇടയാക്കണമേ. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം കർത്താവെ? ഈ അന്ത്യനാളുകളിൽ കർത്താവിനെ അറിയുവാൻ ഞങ്ങളുടെ ദേശങ്ങളിൽ ഉണർവ് നടക്കുവാൻ ദൈവം സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചതിനായി സ്തോത്രം. സകല മാനവമഹത്വം അങ്ങയ്ക്ക്. പ്രാർത്ഥന യാചനം കേട്ടതിന് സ്തോത്രം. സകല യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു പ്രിയ ഷിബി സിസ്റ്റർ. ഇത്രത്തോളം സമയം ദൈവസന്നിധിയിൽ ഇങ്ങനെ ഒരു അവസരം ക്രമീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. അരോമ TV പ്രേക്ഷകരോടൊപ്പം ഒരു വ്യത്യസ്ത സാക്ഷ്യം പ്രസ്താവിക്കുവാൻ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ദൈവം സഹായിച്ചല്ലോ. കടന്നുപോയ ഒരുപാട് വേദനകൾ നിറഞ്ഞ ആ ദിനരാത്രങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കൂടെയിരുന്ന ദൈവത്തിൻ്റെ അദൃശ്യമായ കരം അത് അനുഭവിച്ചറിയുവാൻ ഇടയാക്കിയ ഒത്തിരി അനുഭവങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ ദൈവം സഹായിച്ചു. കേവലം 5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന് പെട്ടെന്നുണ്ടാകുന്ന സ്ട്രോക്ക് അല്ലെങ്കിൽ തലച്ചോറിനകത്ത് രക്തസ്രാവമുണ്ടായി പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ആകുകയും വെന്റിലേറ്ററിലാകുകയും ചെയ്യുന്ന ആ നിമിഷങ്ങൾ സങ്കല്പിക്കാൻ പോലും പറ്റുന്ന കാര്യങ്ങളല്ല. അത് വളരെ വേദനയുളവാക്കുന്ന ഒത്തിരി ഓർമ്മകളായിരുന്നു. അതിൻ്റെ ICUവിൻ്റെ ഡോറിൽ എഴുതിയിരിക്കുന്ന വാക്ക് സിസ്റ്റർ പറഞ്ഞത് വല്ലാതെ ചിന്തിപ്പിച്ചു. അന്യർക്ക് പ്രവേശനം ഇല്ല. പൊന്നോമന കുഞ്ഞ് ICUവിൽ കിടക്കുമ്പോൾ അതിൻ്റെ വാതിൽക്കൽ എഴുതി വച്ചിരിക്കുന്നു അന്യർക്ക് പ്രവേശനമില്ല. അകത്ത് കിടക്കുന്നത് സ്വന്തം കുഞ്ഞായാലും സ്വന്തം ഭാര്യയോ ഭർത്താവോ മാതാവോ പിതാവോ സഹോദരനോ രക്തബന്ധമോ ആയിരുന്നാൽ പോലും ആ വ്യക്തി ആ ഒരു സമയത്തേക്ക് നമുക്ക് ആരുമല്ലാതെയാകുന്നു, അല്ലെ ആ വ്യക്തിക്ക് നമ്മൾ ആരുമല്ലാതെയാകുന്നു എന്നുള്ളതാണ് അവിടെ എഴുതി വച്ചിരിക്കുന്ന അന്യരെന്നാണ്. നമ്മളവിടെ അന്യരാക്കപ്പെടുന്ന ആ സമയങ്ങൾ, എന്നാൽ ആർക്കും കയറി ചെല്ലാൻ കഴിയാത്ത, നമുക്ക് ഒന്ന് കാണുവാൻ പോലും കഴിയാത്ത ചില സന്ദർഭങ്ങളിൽ നമുക്ക് വേണ്ടി ഇറങ്ങിച്ചെല്ലുന്ന, ഇറങ്ങി വരുന്ന, ഇറങ്ങിപ്രവർത്തിക്കുന്ന, തൊടുന്ന, കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുന്ന, നമ്മളെ സൗഖ്യമാക്കുന്ന, നമ്മോട് സംസാരിക്കുന്ന, പ്രത്യേകിച്ച് കോവിഡ് കാലത്തിലൂടെ കടന്നുപോയ ഏതൊരു വ്യക്തിക്കും അത് അറിയാം. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും നമ്മെ അന്യരായി കണ്ട സമയങ്ങൾ, സ്വന്തക്കാർ, പ്രിയപ്പെട്ടവർ, അതുപോലെ അനേക പ്രിയപ്പെട്ടവരും മരണം വഴിയായി മരിച്ച് കണ്ണിൻ മുൻപിൽ പോലും കാണാൻ പോലും കഴിയാത്ത അവസ്ഥ. എല്ലാവരും അന്യരെ പോലെ ആയിരുന്നു. എല്ലാവർക്കും അന്യന്മാരായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനിടയായി തീരുമ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്ന ആ കരുതൽ, അന്യനല്ല, അവൻ നമ്മുടെ സ്വന്തമായി തീരുന്ന ആ ഒരു അനുഭവം, നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് നമ്മുടെ പ്രിയനെ കാണുന്ന ഒരു സുദിനം നമുക്കുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവിനെ അനുഭവിച്ചറിയുവാൻ ലഭിക്കുന്ന അവസരങ്ങളാണ് ഇതുപോലെയുള്ള ചില സാഹചര്യങ്ങൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ ഒന്നും കഴിയത്തില്ല എങ്കിൽ പോലും കർത്താവിൻ്റെ വചനം പറയുന്നു, കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണ, കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണ. പ്രിയ ഷിബി സിസ്റ്ററിനും ആദർശ് ബ്രദറിനും കർത്താവിനെ അടുത്തറിയുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. ആൽസിലെ കുഞ്ഞ് ഇന്ന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊഴിച്ചാൽ അവൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു. സ്തോത്രം. അവൻ്റെ വളർച്ചാഘട്ടത്തിൽ അവൻ പൂർണ്ണ ആരോഗ്യവാനായി വളർന്നു വന്ന്
കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ, ദൈവം അവനെ വിടുവിച്ച വിധങ്ങളെക്കുറിച്ച് ആയിരങ്ങളോട് പങ്കുവയ്ക്കുവാൻ കർത്താവ് പൈതലിനെ സഹായിക്കട്ടെ. പൈതലിന് എല്ലാവിധമായ ആയുരാരോഗ്യ അനുഗ്രഹങ്ങൾ ഈ സമയത്ത് അർപ്പിക്കുന്നു. പ്രിയ ഷിബിസസിനെയും ആദർശ് ബ്രദറിനെയും ഇളയ പൈതലിനെയും നിങ്ങളെ കുടുംബമായ 4 പേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകരോടൊപ്പം കടന്നു വന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. പിന്നെയും അനേകരുടെ മുൻപിൽ അനേക അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾക്കും ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു സാക്ഷ്യമുണ്ടെങ്കിൽ അത് പ്രസ്താവിക്കാനുള്ള അവസരമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറയുന്ന പ്രിയപ്പെട്ടവരോടൊപ്പം തിങ്കളാഴ്ച വൈകുന്നേരം രാത്രി 9 മണി മുതൽ പ്രാർത്ഥിക്കുവാനും അവസരമുണ്ട്. അതിനായി ഞങ്ങൾ നിങ്ങളെ ക്ഷണിച്ചു കൊള്ളുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.